ഇന്റർനെറ്റിന് തന്നെ വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു സൈഡാണ് ഡാർക്ക് വെബ്. എന്നാൽ ഇപ്പോ നമ്മൾ സാധാരണക്കാരിൽ പലർക്കും ഡാർക്ക് വെബിലേക്കുള്ള ആക്സസ് വളരെ വളരെ വളരെയധികം ഈസിയാണ്. ആൻഡ് ഈ ഒരു ഈസിനെസ് നമ്മുടെ സൊസൈറ്റിയിൽ സൃഷ്ടിക്കുന്ന ക്രൈം റേറ്റ്സ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, നമ്മുടെ ആദരണീയരായിട്ടുള്ള എല്ലാ ഗസ്റ്റുകളും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും വൈകിക്കാതെ ഒഫീഷ്യൽ ഫംഗ്ഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, ഇപ്പം സിബി സാർ ഉണ്ട്, ഉണ്ണികൃഷ്ണൻ സാർ ഉണ്ട്, ഷാജോൻ ചേട്ടൻ, ഷാജി സാർ, എല്ലാവരും ഉണ്ട്. ഒരു സ്പെഷ്യൽ വെൽക്കം എല്ലാവർക്കും പറയുകയാണ്. ആൻഡ് സിനിമയുടെ ക്രൂ മെമ്പേഴ്സും എത്തിയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അബൌട്ട് ഡാർക്ക് വെബ് ആയിരുന്നു. സോ ഡാർക്ക് വെബിന്റെ എല്ലാവിധ ദോഷവശങ്ങളും അത് സൊസൈറ്റിയിൽ എത്രത്തോളം ഇമ്പാക്ട് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നെല്ലാം വളരെ ക്ലിയർലി വരച്ചു കാട്ടുന്ന ഒരു ചിത്രമാണ്. ആൻഡ് ഈ ഒരു സിനിമ, ഈ ഒരു രീതിയിലുള്ള സിനിമ ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ ഇറങ്ങുന്നത്. അതായത് ഡാർക്ക് വെബിനെ കംപ്ലീറ്റ്ലി ഡാർക്ക് വെബിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രം ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ ഇറങ്ങുന്നത്. ആൻഡ് അത് നമ്മുടെ മലയാളത്തിൽ നിന്നാണ് എന്നുള്ളത് നമ്മുടെ മോളിവുഡിനെ തീർച്ചയായിട്ടും എക്കാലവും പ്രൗഡായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ ഫംഗ്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ചെറിയൊരു സൈലന്റ് പ്രേയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഇൻവോക്ക് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് ഓൾമൈറ്റി. കൊച്ചുറാണി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മലയാള സിനിമയുടെ പ്രമുഖനായിട്ടുള്ള എഡിറ്റർ ആൻഡ് സംവിധായകനായ ഡോൺ മാക്സ്, അദ്ദേഹമാണ് സിനിമയുടെ ഡയറക്ടർ. സോ വൺസ് അഗൈൻ എന്ന സിനിമയുടെ ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ച് ഫംഗ്ഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു ചെറിയ കൈയടിയാകാം. വളരെയധികം ക്ഷണിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് വെറ്ററൻസ് ഫ്രം ദ മലയാളം സിനിമ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിനി ഒട്ടും വൈകാതെ തന്നെ ക്രൂവിന്റെ ഒരു ഫെലിസിറ്റേഷൻ സെറമണിയിലേക്ക് കടക്കാം. ഫോർ ദാറ്റ് സിനിമയുടെ കോർ ടീം മെമ്പേഴ്സിനെ എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മേ ഐ വെൽക്കം ദ ഡയറക്ടർ ഓഫ് ദ സിനിമ മിസ്റ്റർ ഡോൺ മാക്സ് ഓൺ ടു ദ സ്റ്റേജ്. ആൻഡ് ഈ ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് ഒരു പുതിയ താരോദയം കൂടെ ഉണ്ടാവുകയാണ്. ഇവരൊരു പുതിയ ഹീറോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ആകാശ് സെൻ. ആകാശിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം. മലയാള സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ കാൽവെപ്പാണ് എന്ന ഈ ഒരു ചിത്രം. തീർച്ചയായിട്ടും സോഷ്യൽ റെലവന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് എന്താണെന്ന് അറിയാനായിട്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആകാശ്. ആൻഡ് ഇവരെ ജോയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞ 3 decades ആയിട്ട് ചെറുതും വലുതുമായ ഒരുപാട് വേഷങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഷാജി ചേട്ടനെയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ആൻഡ് ഈ സിനിമയിൽ ഇതുവരെ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ക്രൂവിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചത്. സോ ചേട്ടനും ഈ ഒരു സിനിമ ചേട്ടന്റെ കഴിഞ്ഞ 30 years ഓഫ് സിനിമയിൽ എന്നും നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇവരോടൊപ്പം തന്നെ സിനിമയിലെ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട നായിക ജൂൺ, അതുപോലെ തന്നെ മണിയറയിലെ അശോകൻ, കുറുപ്പ് എന്നീ ചിത്രത്തിലൂടെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നയന എൽസയാണ് അടുത്തതായി നമ്മളെ ഈ വേദിയിൽ സ്വാഗതം ചെയ്യാൻ പോകുന്നത്. നയന, പ്ലീസ് ജോയിൻ us on the stage. Yes, the very gorgeous Naina is here. And next I would like to welcome a very special person. ഇദ്ദേഹത്തെ ഒരൊറ്റ ബ്രാൻഡിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, സിനിമ ഭ്രാന്തൻ. യെസ്, സോ നമ്മുടെ സ്വന്തം സാജിദ് യഹിയാണ് ഈ വേദിയിലേക്ക് ഞാൻ അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. സോ ഹി ഈസ് എൻ എക്സ്യൂബറന്റ് ആർട്ടിസ്റ്റ്, ഒരു ഡയറക്ടർ ആണ്, റൈറ്റർ ആണ്. സാജിക്ക് വേദിയിലേക്ക് വിത്ത് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഇനി നേരെ ഫെലിസിറ്റേഷൻ സെറമണിയിലേക്ക് തന്നെ കടക്കാം. സോ ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം the DOP of the film, Ravichandran sir, onto the stage. ഞാൻ പേരുകൾ വിളിക്കുന്ന അനുസരിച്ച് നിങ്ങളൊന്ന് റെഡി ആയി നിൽക്കുകയാണെങ്കിൽ we can actually avoid the delay. Next, I would like to welcome the music director of the film. Actually, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് 2 ടീമാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതിലൊരു ടീമായിട്ടുള്ള 4 മ്യൂസിക്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ 4 മ്യൂസിക്സിനെ റെപ്രസെന്റ് ചെയ്ത് എത്തിയിരിക്കുന്ന ജിം, വിപി ആൻഡ് എൽദോസിനെയാണ് അടുത്തതായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്.
So here we have the DOP of the film Ravichandran, and next we have Jim, Vippy and Eldos joining us here on the stage. അടുത്തതായി സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രശാന്ത് നാരായണനെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നത്. I welcome the production controller of the film, Prashant Narayanan. Along with him, the Chief Associate Director, A.K. Rajleesh. The Chief Associate Director, A.K. Rajleesh. Project Designer, N.M. Badasha. Badaka, please come on to the floor. And the Creative Director, Regis Anthony. VFX, Sharath Vinu. Colorist, Sujit Sadashivan. The colorist, Sujit Sadashivan. ആൻഡ് ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സിനിമയ്ക്ക് ലിറിക്സ് എഴുതിയിരിക്കുന്ന രണ്ട് പേര്, അതിലൊരാൾ ജിസ് ജോയ് സാറും, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡയറക്ടർ ആയിട്ടുള്ള ജിസ് ജോയ് സാറും, അതുപോലെ തന്നെ ഇപ്പൊ മലയാളത്തിൽ ഒരുപാടധികം വൈറൽ ഗാനങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന വിനായക് ശശികുമാറാണ്. സോ ലിറിസിസ്റ്റ് വിനായക് ശശികുമാർ, അദ്ദേഹത്തെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഗസ്റ്റുകൾ എല്ലാവരും ഓരോരുത്തരായി എത്തിച്ചേരുന്നതേ ഉള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട ശോഭ വിശ്വനാഥ്, ശോഭ ചേച്ചി ഇതാ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ്. Next, I would like to welcome the makeup artist of the film, Ranjit Ambadi. ADR engineer, Ananda Krishnan. Costumes of At is done by Rose Regis. So Rose ne kudi vedilekku swagatham cheyidukolunu. Art director Arun Mohan ne kudi vedilekku swagatham cheyidukolunu. Along with the Associate Director of the film, Prakash R. Nair. Next we have the Associate Director of the film, Jibin Paolo Saji. Cinematic action is choreographed by Kanal Kannan. കനൽ കണ്ണനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആൻഡ് സ്റ്റിൽസ് ജെഫിൻ ബിജോയ്. ജെഫിൻ, I welcome you onto the stage. Line producer of the film, Jai Krishnan. And next നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് സിനിമയുടെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സിനെയാണ്. First, let me start with Mr. Baiju Varghese, Managing Director of Mountain Shadows, Wayanad. I welcome Mr. Baiju Varghese onto the floor. And Shyama Dynamics, Triumph Motorcycles Private Limited, Kochi. Shyama Dynamics, Triumph Motorcycles Private Limited, Kochi. And the digital accessory support, FAO, Find Apple Online. The representative of their digital accessory support, FAO, Find Apple Online. And the location partners, Bhavna Thomas, APS Group. I welcome Ms. Bhavna onto the stage. And the overseas partner, Cyber Systems Australia. Overseas partner, Cyber Systems Australia. And distribution partner, Hyacinth Global Ventures. And the location partner, Bhavna Thomas, APS Group. I welcome Ms. Bhavna onto the stage. Distribution head, Bonnie Asanar. The distribution head, Bonnie Asanar. And the marketing head, Jibin Joy.
I would also like to welcome the PRO of the film, P. Shivaprasad, onto the stage. സോ നമുക്ക് വലിയൊരു കൈയടി കൊടുക്കാം. ഇതാണ് അറ്റ് എന്ന സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്ന ഗ്രൂപ്പ്. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ എല്ലാവരുടെയും ഹാർഡ് വർക്ക് സ്ക്രീനിൽ കാണുമ്പോൾ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിച്ചു കൊള്ളുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ അറ്റ്. താങ്ക് യു ഫോർ ജോയിനിങ് us. Please join the audience. Thank you. യെസ്, അടുത്തതായി നമ്മൾ ലാമ്പ് ലൈറ്റിംഗ് സെറമണിയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ആൻഡ് ലാമ്പ് ലൈറ്റിങ്ങിനായി നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാടധികം വണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഒരു പറ്റം ക്രിയേറ്റേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയാണ് ഞാൻ ഒരുപാട് റെസ്പെക്റ്റോട് കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദ വെറ്ററൻ ഡയറക്ടർ ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിബി മലയിൽ സർ. സിബി സർ, പ്ലീസ് കം ഓൺ ടു ദ ഫ്ലോർ. And along with him, may I welcome B. Unnikrishan sir, the director, writer and distributor. ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് അറ്റ് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ത്രില്ലർ മൂവീസിന്റെ മാസ്റ്റർ നമ്മുടെ സ്വന്തം ഷാജി കൈലാസ് സാറും അവിടെ ഉണ്ട്. സർ, പ്ലീസ് ജോയിൻ us. Along with him, ഈ സിനിമയില് and along with him, may I welcome നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാഭവൻ ഷാജോൺ ചേട്ടൻ. ഷാജോൺ ചേട്ടാ, I welcome you onto the floor. And here we have the director Ajay Vasudevan. Ajay ചേട്ടനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. And ഇവരെ ജോയിൻ ചെയ്യുന്നു the producers Maha Subair and Sandeep Seban. സോ എല്ലാവരും എത്തിയ സ്ഥിതിക്ക് സർ, നമുക്കിനി ഐശ്വര്യമായിട്ട് ലാമ്പ് ലൈറ്റിംഗ് സെറമണിയിലേക്ക് കടക്കാം. ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാ ഇൻവൈറ്റീസിനോടും ഞാനൊന്ന് പറയണം. കാരണം നമ്മൾ ഇനി നേരെ തന്നെ CD പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. സോ ഇവരെ വേദിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇക്ക അവിടെ എത്തിയിട്ടുണ്ട്. കോട്ടയം നസീർ ഇക്ക നമ്മളൊന്ന് ജോയിൻ ചെയ്യണം. കാരണം നമ്മൾ CD പ്രകാശനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ആൻഡ് അഷ്കർ സൗദാൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് നമ്മുടെ സിനിമയിൽ ഗംഭീരമായിട്ടുള്ള ഒരു വേഷം ചെയ്ത് ഷാജി ചേട്ടൻ ആൻഡ് ആകാശ് സെൻ സിനിമയിലെ ആർട്ടിസ്റ്റുകളാണ്. And along with them, may I invite Miss Lissy Fernandez also onto the stage. And we have the producer Carlton Karunagaran joining us here on the stage. So നമ്മുടെ ഇൻവൈറ്റീസ് എല്ലാവരും എത്തിയ സ്ഥിതിക്ക് ഇന്നത്തെ ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ടുള്ള ഒഫീഷ്യൽ ഫംഗ്ഷൻ ആയിട്ടുള്ള അറ്റ് എന്ന സിനിമയുടെ CD പ്രകാശനത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മുടെ ഡയറക്ടേഴ്സ്, ആർട്ടിസ്റ്റ്, അറ്റിന്റെ ഡയറക്ടർ എല്ലാവരും വേദിയിലെത്തിയ സ്ഥിതിക്ക് നമുക്കിനി ഐശ്വര്യമായിട്ട് അറ്റ് എന്ന ഈ ചിത്രത്തിന്റെ CD പ്രകാശനത്തിലേക്ക് കടക്കാവുന്നതാണ്. Ladies and gentlemen, please give a big round of applause.
ഓൾറൈറ്റ്, ഇനി അടുത്തതായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ രണ്ട് വ്യക്തികളെയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. കോമഡി റോൾസും അതുപോലെ തന്നെ സീരിയസ് റോൾസും എല്ലാം ഏത് ചെയ്താലും ഇവർ ഏത് റോൾ ചെയ്താലും നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം എന്താ, ഒരുപാട് വർഷങ്ങളായിട്ട് പല 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 വേഷത്തിൽ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒക്കെ വന്ന് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള രണ്ട് ആക്ടേഴ്സ് ആണ്. അടുത്തതായി ഈ വേദിയിലേക്ക് വന്ന് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ പോകുന്നത്. എന്റെ വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇവർ രണ്ടുപേരും. സോ വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് നമുക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കോട്ടയം നസീർ ആൻഡ് കലാഭവൻ ഷാജോൻ. നിങ്ങൾ രണ്ടുപേരും അവര് തന്നെയാണോ എന്ന് ഞെട്ടിയിരിക്കുകയാണ്. ലാസ്റ്റ് വീക്ക് വരെ നസീറിനെ ഞാൻ കണ്ടു, ഈ വീക്ക് കണ്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഇവന്റിലൂടെ ആ ഒരു വിഷമം എനിക്ക് മാറിയിക്ക. ഐ എം വെരി ഹാപ്പി നിങ്ങൾ രണ്ടുപേരും വന്നതിൽ. രണ്ടുപേരും പറയില്ലേ? എല്ലാവർക്കും നമസ്കാരം. 94 മിമിക്സ് ആക്ഷൻ 500 എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഷാജു ഞാനൊക്കെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 30 കൊല്ലമായി കുറേ സിനിമകളിൽ ഞങ്ങൾ അഭിനയിച്ചു. ഇതൊരു വലിയ സന്തോഷകരമായ നിമിഷമാണിത്. ഷാജുവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അഭിനയ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല ഒരു വേഷമാണ് ഈ സിനിമയിൽ. അതിന് അങ്ങനെ ഒരു വേഷം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ മനസ്സ് കാണിച്ച ഡോൺ മാക്സിന് നന്ദി പറയുകയാണ്. ഒപ്പം ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ. ഈ സിനിമയ്ക്ക് ശുക്രനടിക്കട്ടെ. ശുക്രനടിക്കട്ടെ എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ അമ്മച്ച ശുക്ര സിനിമയും കൂടെ റിലീസ് ആവുന്നുണ്ടോ? ഒറ്റയടിക്ക് നടക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഒരു സമയത്ത് മലയാള സിനിമ സംവിധായകന്റെയോ അല്ലെങ്കിൽ അതിലെ പ്രധാന നടന്റെയോ പ്രൊഡ്യൂസറിന്റെയോ പ്രൊഡക്ഷൻ കമ്പനിയുടെയോ ഒക്കെ പേരിൽ അറിയപ്പെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത് മാറി മലയാള സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പേരിൽ അതാരാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആരാണ്, എഡിറ്റർ ആരാണ്, ഇതെല്ലാം നോക്കിയിട്ട് ക്യാമറ DOP ആരാണെന്നൊക്കെ നോക്കിയിട്ട് മലയാളികൾ സിനിമ കാണുന്ന ഒരു കാലമാണ്. മലയാള സിനിമ വളർന്നതോടൊപ്പം മലയാളികളെയും സിനിമ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന മലയാളികളെ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ച, അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനെ തപ്പിപ്പിടിക്കാൻ ഒരു സിനിമ അവരുടെ മനസ്സിലേക്ക് അത്രത്തോളം എത്തിച്ച ഒരുപാട് ഗംഭീര ടെക്നീഷ്യൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിന് ഒരു പ്രചോദനമായത്, അല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ച മിടുക്കന്മാരിൽ ഒരാളാണ് ഈ സിനിമയുടെ എഡിറ്ററും റൈറ്ററും ഡയറക്ടറും എല്ലാമായ മിസ്റ്റർ ഡോൺ മാക്സ്. ഒരു സമയത്ത് പ്രത്യേകിച്ച് ഷാജേട്ടൻ്റെ ഒക്കെ സിനിമയിലൂടെ ഇത് ആരാണിത് കട്ട് ചെയ്തേക്കുന്നത്, എന്തൊരു വല്ലാത്ത, ഇതുവരെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഗംഭീര കട്ട്സുമായിട്ട് വന്ന ഈ എഡിറ്റർ ആരാണെന്ന് തപ്പിപ്പിടിച്ച് ഞങ്ങൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഒരുപാട് പേരങ്ങനെ ചോദിച്ച് കണ്ടുപിടിച്ച ഒരു പേരാണ് ഡോൺ മാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സിനിമ, അത് ഈ സിനിമയിലൂടെയും അദ്ദേഹത്തിന്റെ ആ കഴിവ് അദ്ദേഹത്തിന് കൂടുതൽ ഇനിയും മലയാളികളെ ഞെട്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആദ്യം അദ്ദേഹത്തിനാണ് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഷാജേട്ടൻ വളരെ ഗംഭീരമായൊരു വേഷമാണ് ഇത് ചെയ്തിട്ടുള്ളത്. കുറേ നാളുകളായി അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിൽ തന്നെ അറിയാം അദ്ദേഹം ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എന്താണെന്നുള്ളത്, ഇൻവോൾവ് ആയിട്ടുള്ള എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം പുതിയ നായകൻ മിസ്റ്റർ ആകാശിനും അതുപോലെ തന്നെ ഹീറോയിനും ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഈ വർഷത്തിന് ആദ്യം തന്നെ ഇതുപോലുള്ള ലെജൻസിനൊപ്പം ഈ ഒരു വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്മകൾ മാത്രം ആശംസിക്കുന്നു. മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഗംഭീര ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇറ്റിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആക്ച്വലി നസീറിക്ക നേരത്തെ സംസാരിച്ചപ്പോഴാണ് നിങ്ങളൊക്കെ സിനിമയിൽ വന്നിട്ട് 30 വർഷമായി എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പോഴും അവരെ നോക്കൂ, എന്താണല്ലേ നിങ്ങൾ അവിടെ ചെറുപ്പക്കാർ, നിങ്ങളെക്കാളും ചങ്ങായിട്ടാണ് ഇവരിവിടെ നിൽക്കുന്നത്. അതിനൊരു വലിയ കൈയടി. സംഭവം സൂചിച്ചു. എന്തായാലും ഇന്നത്തെ ഡ്രസ്സൊക്കെ രണ്ടുപേരുടെ ഇത് പ്ലാൻ ചെയ്തിട്ടതാണോ? ഇതോ? അല്ല, എന്തോ അങ്ങനെ വന്നു പോയതാ.
ആ ജീൻസ് മാത്രം പക്ഷെ ഒരു ഒരേ ടോൺ ആയിട്ടുണ്ട് നിങ്ങളുടെ ഷർട്ട്. ആണല്ലേ? കുറെ കൊല്ലം ഒരുമിച്ചുണ്ടായിരുന്നല്ലേ? അതാണ് ഒരു മനപ്പൊരുത്തം അറിയുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഇൻട്രോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോമഡി വേഷങ്ങളോടെ വന്ന് പിന്നീട് ഒരുപാട് സീരിയസ് വേഷങ്ങളൊക്കെ ചെയ്ത് ഏത് റോളും അനായാസം പറ്റുമെന്ന് പ്രൂവ് ചെയ്ത 2 ആക്ടേഴ്സ് ആണ്. ആൻഡ് അതുപോലെ ഷാജി ചേട്ടനും ഇത് ഒരു വേഷമാകട്ടെ എന്ന് നമ്മൾ തീർച്ചയായിട്ടും വിഷ് ചെയ്യുന്നു. അറ്റ് ഒരു കരിയറിലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആകട്ടെ ചേട്ടാ. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. താങ്ക് യു. യെസ്, സോ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് നമ്മൾ നമ്മുടെ CD പ്രകാശന ചടങ്ങ് നല്ല ബ്യൂട്ടിഫുള്ളി കുറച്ച് മുമ്പ് കഴിച്ചു വെച്ചിരുന്നു. ഇനി അടുത്തതായിട്ട് ദ സെക്കൻഡ് മെയിൻ പാർട്ട് ഓഫ് ടുഡേസ് ഈവനിങ്, അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ട്രെയിലർ ലോഞ്ച് ഓഫ് ദ ഫിലിം. ആൻഡ് അതിനായി ഞാൻ വേദിയിലേക്ക് നേരത്തെ ക്ഷണിച്ച് ആദരണീയരായിട്ടുള്ള കുറച്ച് വ്യക്തികളെ കൂടി വീണ്ടും വൺസ് അഗൈൻ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. സോ ഫോർ ദാറ്റ് മേ ഐ വെൽക്കം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷാജി കൈലാസ് സർ, ബി ഉണ്ണികൃഷ്ണൻ സർ ആൻഡ് സിബി മലയിൽ സർ, 3 പേരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആ ഒരു ഐപാഡിലെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒഫീഷ്യലി നമ്മുടെ ട്രെയിലർ റിലീസ് ആവുന്നതായിരിക്കും. സോ അറ്റ് സിനിമയുടെ ട്രെയിലർ റിലീസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. നമ്മുടെ എല്ലാവരുടെയും വളരെ പ്രിയപ്പെട്ട റെസ്പെക്റ്റഡ് ഷാജി കൈലാസ് സർ, ബി ഉണ്ണികൃഷ്ണൻ സർ ആൻഡ് സിബി മലയിൽ സർ, ഇവർ 3 പേരും ചേർന്നുകൊണ്ടാണ് ആ ഒരു മംഗളകരമായ കർമ്മം നിർവഹിക്കുന്നത്. ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം. അറ്റ് എന്ന സിനിമയ്ക്ക് ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമുക്ക് വേണ്ടി ട്രെയിലർ പ്രകാശനം നിർവഹിച്ച ഡയറക്ടേഴ്സ്, അവർക്ക് എന്താണ് നമ്മളോട് സംസാരിക്കാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാനുണ്ട്. ആദ്യമായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ മലയാള സിനിമയിൽ എക്കാലവും നമുക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാനായി ഒരുപിടി നല്ല ചിത്രങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച സിബി സാറിനെ. സിബി മലയിൽ സർ, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. നമസ്കാരം. ഈ ഡോൺ മാക്സ് എന്ന് കുറെ കേട്ടിട്ടുണ്ട്. ഷാജിയായിട്ടാണ് കാണുന്നത്. ഷാജിയും ഉണ്ണികൃഷ്ണനും ഒക്കെ പറഞ്ഞ് ഡോൺ മാക്സിൻ്റെ വർക്കുകളുടെ ഒരു ക്വാളിറ്റിയെ പറ്റിയും ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ആളെ ഇന്നാണ് ഇവിടെ വെച്ചാൽ കാണുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതിയ ഡയറക്ടോറിയൽ വെഞ്ചർ വലിയ വിജയമാകട്ടെ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയയിലുള്ള വർക്കായിരിക്കും ഇത്. അത് ഈ ട്രെയിലറും അതിൻ്റെ പാട്ടുകളൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മളെ അത് വലിയ എക്സൈറ്റഡ് ആക്കുന്ന ഒരു വിഷ്വൽസാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയുണ്ട്. സിനിമ കാണാൻ കാത്തിരിക്കുന്നു. സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. നന്ദി. എങ്കിൽ നമുക്ക് ഒരു വലിയ കൈഡിയോട് കൂടിയിട്ട് ലെറ്റ്സ് വെൽക്കം ദ റൈറ്റർ, ഡയറക്ടർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ബി ഉണ്ണികൃഷ്ണൻ സർ ഓൺ ടു ദ ഫ്ലോർ. ഷാജിക്ക് വാക്കുകളിൽ വിശ്വാസമില്ല, പ്രവൃത്തിയിലാണ് വിശ്വാസം. അതുകൊണ്ട് ഷാജി സംസാരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ആദ്യം അച്ഛന സിനിമയുടെ അഭിനേതാക്കൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും നിർമ്മാതാവിനും എല്ലാ ആശംസകളും. ഡോൺ ആദ്യമായി സിനിമയിൽ പ്രവർത്തിക്കുന്നത് ഞാൻ എഴുതി ഷാജി സംവിധാനം ചെയ്ത ടൈഗർ എന്ന സിനിമയിലാണ്. അതിലാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഈ സ്പോട്ട് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഐമാക് മെഷീനായിട്ട് ഡോൺ വരുന്നത്. പിന്നെ ഷാജി എന്നെ വഴക്ക് പറയും. ഇല്ലെങ്കിൽ ഞാൻ ഷാജി ഡോണിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിങ്ങളോട് പറയാമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു എഡിറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയെ തന്നെ വളരെ വിപ്ലവകരമായിട്ട് മാറ്റിമറിച്ച ഒരു സിനിമയായിരുന്നു ഈ ടൈഗർ. ഡോണിൻ്റെ വരവ്, ഷാജിയുടെ വിഷൻ. ഇപ്പം ഞാനിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഷാജിയോട് പറയായിരുന്നു, ഷാജിയാണല്ലോ കുറേ അധികം സ്ഥലത്ത് കാണാൻ പറ്റുക എന്ന് പറയായിരുന്നു. അത്രയും ഷാജിയും ഡോണുമായിട്ട് സിങ്ക് ആയിരുന്നു. അപ്പോൾ ഒരു സമയത്ത് ഡോൺ എന്ന് പറയുന്നത് പലരും വിചാരിച്ചിരുന്നത് ഇയാളൊരു വ്യക്തിയല്ല എന്നാണ്. ഇയാളൊരു സോഫ്റ്റ്വെയർ ആണോ, ആപ്ലിക്കേഷൻ ആണോ എന്നൊക്കെയാണ് പലരും വിചാരിച്ചത്. എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര്, ഈ ഡോൺ മാക്സിലാണോ ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്? അത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേരിൻ്റെയൊക്കെ ഒരു
പ്രത്യേകതയുള്ളത്. അപ്പോൾ എനിക്കപ്പോൾ 22 വർഷമായിട്ട് ഡോണിൻ്റെ വർക്കിനെ അറിയാം. ഭയങ്കര ക്വാളിറ്റി വർക്കാണ്, ഹൈലി ടാലൻറ്റഡ് ആണ് ഡോൺ. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം, എൻ്റെ പുതിയ സിനിമയുടെ ട്രെയിലർ ഇന്നലെ ഡോൺ എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നു. ഈ മാർച്ചിൽ ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്ന നിവിൻ പോളി അഭിനയിക്കുന്ന സിനിമയുടെ ട്രെയിലർ ഡോണാണ് ചെയ്തത്. അതൊരു 3 ദിവസം കൊണ്ട് അതിഗംഭീരമായിട്ട് ഡോൺ അത് ചെയ്ത് ഇന്നലെ എനിക്ക് തരികയും ചെയ്തു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചത് ഈ ഫംഗ്ഷൻ, അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ വിട്ടുപോയതേ എന്ന് തോന്നുന്നു. എന്തായാലും ഡോണിന് എല്ലാവിധ ആശംസകളും. ഷാജി സംസാരിക്കുമോ? ഷാജി ഇല്ല. അപ്പോൾ ഷാജിക്ക് വേണ്ടി കൂടി ഞാൻ ഡോണിനെ ആശംസിക്കുന്നു. കാരണം എല്ലാ രീതിയിലും ഡോണിൻ്റെ ഗുരുസ്ഥാനത്തുള്ള ആളാണ് ഷാജി. അതിന് ആദ്യ സാക്ഷിയായ ആളുമാണ് ഞാൻ. കാരണം ഞങ്ങളുടെ സിനിമയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് വരുന്നത്. സോ ഈ സിനിമയ്ക്ക് ഇതിൽ പുറകിലും മുമ്പിലും പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ. So next I would like to welcome the producer Sandeep Sevan to talk a few words about the film. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അച്ഛൻ്റെ പേര് സേനൻ എന്നാണ്, സെബാൻ എന്നല്ല. 2 പ്രാവശ്യമായിട്ട് പറഞ്ഞു. ഞാൻ സന്ദീപ് സേനൻ, നിർമ്മാതാവ്. എല്ലാവർക്കും ആക്ട് എന്ന് പറയുന്ന ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ചും ഡോൺ, ഈ പറഞ്ഞതുപോലെ ഡോൺ എപ്പോഴും ഒരു വിസ്മയമായിരുന്നു. യൂഷ്വൽ ഒരു സിനിമയുടെ എഡിറ്റ് പാറ്റേണിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എഡിറ്റിംഗ് വിസ്മയവുമായി ഞങ്ങളൊക്കെ, എൻ്റെയൊക്കെ കോളേജ് കാലഘട്ടത്തിൽ ഡോൺ ഇങ്ങനെ ഞങ്ങളെയൊക്കെ വിസ്മയിപ്പിച്ച എഡിറ്ററാണ്. ഞാൻ ആദ്യമായിട്ട് ഡോണിനെ കാണുന്നത് ബാബ കല്യാണിയുടെ ലൊക്കേഷനിലാണ് തോന്നുന്നത്. ഷാജികളുടെ തന്നെ പടത്തിൻ്റെ ലൊക്കേഷനിൽ സ്പോട്ട് എഡിറ്ററായിട്ടാണ് കാണുന്നത്. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ഡോണിൻ്റെ വർക്ക്സ് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം ഡോണിൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു മികച്ച എഡിറ്ററാണ്. നല്ല എഡിറ്റേഴ്സ് നല്ല സംവിധായകരാകുന്നു എന്ന് പറയുന്നതിൽ അതിശയമില്ല. അപ്പോൾ ഡോൺ, എനിക്ക് തോന്നുന്നു ഡോണിൻ്റെ 3ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു ഡയറക്ടോറിയൽ. അപ്പോൾ ഒന്ന് ഡോണിന് എൻ്റെ ആശംസകൾ. ഞാനൊരു വലിയ ശിവഭക്തനായതുകൊണ്ടാണെന്ന് തോന്നുന്നു ആദ്യത്തെ പാട്ട് എനിക്ക് ഭയങ്കര രോമാഞ്ചം, ഗൂസ് ബംസ് ഉണ്ടായ ഒരു പാട്ടാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ആ പാട്ട് മ്യൂസിക് ഡയറക്ടർ ചെയ്തവർക്കും എൻ്റെ ആശംസകൾ, വിനായക് ശശികുമാറിന് ഉൾപ്പെടെ. പിന്നെ ഞാനിവിടെ എത്താൻ മറ്റൊരു കാരണം, ഒന്ന് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ ഞാൻ കാണുന്നത് ഷാജുവാണ്. അദ്ദേഹം എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിത്വത്തിനുടമയും ഒരു അതിഗംഭീര നടനുമാണ്. അദ്ദേഹത്തിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ നേരത്തെ ട്രെയിലറിൽ നമ്മൾ കണ്ടത്, പാട്ടിൽ കണ്ടത്, സോറി. അപ്പോൾ അദ്ദേഹം ട്രെയിലറിലും പാട്ടിലും. പിന്നെ എൻ്റെ കുഞ്ഞനിയൻ ആകാശിനെ ഞാൻ സച്ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ കാണുന്നത്. ആകാശിൻ്റെ അമ്മ ചേച്ചിയും എല്ലാം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ക്ലോസ് ഫാമിലി ബോണ്ട് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ആകാശിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഞാനും എക്സൈറ്റഡ് ആണ് കാണാനായിട്ട്. ആൻഡ് ടു ഷാജോൺ, പുള്ളി എൻ്റെ സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ച് വന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് കാണാൻ പറ്റിയില്ല, എവിടെയെങ്കിലും വെച്ച് കണ്ടതിൽ സന്തോഷമുണ്ട്. ഞാൻ അവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തിനും മറ്റ് ഇതിൽ അഭിനയിച്ച നയന എൻ്റെ സുഹൃത്താണ്. മറ്റ് എല്ലാ ആർട്ടിസ്റ്റ്, ആക്ടേഴ്സ് ആൻഡ് ഓൾ ദ ടെക്നീഷ്യൻസ്, ഈ സിനിമ ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. All right, so that was producer Sandeep Senan for you. Next we have Ashkar Southern talking to you. Ashkar, please come onto the floor. എങ്കിലും ഈ ഒരു സിനിമ ഡോൺ മാക്സിന്റെ ഒരു വലിയൊരു ചിത്രമായി മാറട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും. അതിൻ്റെ എനിക്ക് ഒരുപാട് പറയാനില്ല, എഡിറ്റിങ്ങിനെ പറ്റിയോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഡോൺ മാക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അത് ഷാജി കല സാറും ഉണ്ണികൃഷ്ണൻ സാറും അവർക്കറിയാവുന്ന കാര്യമാണ്. എല്ലാവരോടും ഒരുപാട് നന്ദി. ഷാജുവേട്ട, നസീർക്ക, ഷാജുവേട്ട, എല്ലാവർക്കും ഒരുപാട് നന്ദി. സന്തോഷം.
താങ്ക് യു. ഈ പടം ഒരു വലിയ വിജയമായി മാറട്ടെ, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ ദ ഡയറക്ടർ കണ്ണൻ താമരക്കുളം സർ. വേദിയിലേക്ക് ദയവായി കടന്നു വരിക. നമ്മുടെ ഓഡിയൻസിനോട് 2 വാക്ക് സംസാരിക്കും പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഏറെ ആരാധിക്കുന്ന ഷാജി കല സാർ, സിബി മലയിൽ സാർ, ഉണ്ണിയേട്ടൻ, എല്ലാവരുടെയും മുമ്പിൽ നിൽക്കാൻ പറ്റിയ സന്തോഷം. ഏറെ പ്രിയപ്പെട്ടവരുടെ ഒരു സിനിമയാണ്. കാരണം ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴും അല്ലാതെ തന്നെ എനിക്കിതിൻ്റെ കഥ അറിയാം. പിന്നെ ഡോൺ മാക്സ് എത്രത്തോളം മികച്ച ഒരു ടെക്നീഷ്യനാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതേപോലെ DOP രവിചന്ദ്രൻ എന്നോടൊപ്പം നിരവധി സിനിമകൾ ചെയ്ത് എക്സ്ട്രീം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു DOP ആണ്. അപ്പോൾ ഇവർ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു വിഷ്വലി ഒരു ഗംഭീര സംഭവം ഉണ്ടാവും. അതേപോലെ മൾട്ടി ടാലൻറ്റഡ് ആണ് നമ്മുടെ ഷാജി ചേട്ടൻ. അപ്പോൾ ഷാജി ചേട്ടന് കുറേ വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ കഴിവിനൊത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിലൂടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ഒരു കഴിവ് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഈ സിനിമ നസീറേട്ടൻ, ഷാജോൺ ചേട്ടൻ, എല്ലാവർക്കും ആശംസകൾ. ഈ സിനിമ ഒരു വലിയ വിജയമാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഇഷ്ടമാണ് ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളത്. ഇതൊരു ഗംഭീര സിനിമ ആവട്ടെ, എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. താങ്ക് യു. സോ 4 Musics ആണ് അടുത്തതായി നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ പോകുന്നത്. മേ ഐ വെൽക്കം ടീം 4 Musics ഓൺ ടു ദി ഫ്ലോർ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം നിങ്ങളെ ഈ വേദിയിൽ വന്നേക്കാൻ പറ്റിയതിൽ. കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള കുറച്ച് മുമ്പ് ഞങ്ങളുടെ പടം ഉണ്ടായിരുന്ന ആഘോഷം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇറങ്ങിയ പടം. ആൻഡ് അതിനുശേഷം അടുത്തൊരു ഓഡിയോ ലോഞ്ചിന് വന്നോളം നിൽക്കാൻ പറ്റി. ഞങ്ങൾ ഷാജി സാറിൻ്റെ എലോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോൺ ചേട്ടനായിട്ട് പരിചയപ്പെടുന്നത്. അപ്പം ഈ സിനിമയുടെ ഒരു കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഡോൺ ചേട്ടൻ പറഞ്ഞിങ്ങനെ 2 പാട്ടുണ്ട് അതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പാട്ട് നദിയെ, ആൻഡ് ദർ ഈസ് 1 മോർ സോങ് ഇടയ്ക്കൂടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു, ഒഴുകി എന്നൊരു സോങ്. ആ സോങ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 2 സോങ്ങാണ് ഈ മൂവിയിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും സിനിമയ്ക്ക് നേരെയാണ്. സിനിമ ഒരു വൻ വിജയമായി തീരട്ടെ. ഒരുപാട് നാളത്തെ ഒരുപാട് പേരുടെ പ്രയത്നമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നമസ്കാരം. ഒരുപാട് ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡോൺ ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ ആദ്യമായിട്ട് കൂടിയൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കണ്ട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. പാട്ട് ഇനിയിപ്പോൾ റിലീസായി കഴിയുമ്പോഴും ആൾക്കാർ റിപ്പീറ്റ് മോഡിലിട്ട് കേൾക്കുന്ന ഒരു സോങ് ആയി തന്നെ മാറും, ലൈക്ക് യുവർ അതർ ഹിറ്റ്സ്. സോ താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സിന് ഒരു വലിയ താങ്ക് യു പറയാണ്. ദാറ്റ് ഈസ് വിപ്പി ആൻഡ് അഡ്വാസ് ടോക്കിംഗ് ടു യു. ഇനി അടുത്തതായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എല്ലാ രീതി കൊണ്ടും ഒരു പെർഫോമർ എന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്നതാണ്. ഷീ ഈസ് എ ഡാൻസർ, ഷീ ഈസ് എ സിംഗർ, നല്ലൊരു ആക്ടറാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കംപ്ലീറ്റ് വേയിലും ഒരു പെർഫോമർ എന്ന് നമുക്ക് വിളിക്കാം. മൈ ഫേവറേറ്റ് കൃഷ്ണപ്രഭയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം കൃഷ്ണപ്രഭ ഓൺ ടു ദ ഫ്ലോർ. ഒരു വലിയ കൈയ്യടി കൊടുക്കാം. ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ഡോൺ മാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറുതിലേ മുതലേ സിനിമയോട് ഭ്രാന്ത് മൂത്ത് നടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ടൈറ്റിൽസ് എല്ലാം ശ്രദ്ധിക്കുമായിരുന്നല്ലോ. അപ്പോൾ എഡിറ്റർ എന്ന് കാണുമ്പോൾ ഡോൺ മാക്സ് എന്ന് എഴുതി കാണിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഇതെന്തോ ഒരു സംഭവമാണ്, ഐ മീൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആണ്. ഇപ്പോൾ സാറ് ചോദിച്ചില്ലേ ഡോൺ മാക്സിലാണോ എഡിറ്റ് ചെയ്തത് എന്നൊക്കെ ചോദിച്ച പോലെ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഡോൺ മാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കിടലാനായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പേരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതോ ഫോറിനർ ആയിരിക്കും, മലയാളിയല്ല എന്തായാലും. കാരണം ഡോൺ എന്നൊക്കെ കേട്ട് നമുക്കിങ്ങനെ പരിചയമായി വരുന്ന ഒരു പേരും കൂടി ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നിവിടെ വന്ന് ആദ്യമായി ഞങ്ങൾ കണ്ടു. എൻ്റെ അടുത്ത് പറഞ്ഞു താങ്ക്സ് ഫോർ കമ്മിങ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് കത്തിയത്, യെസ് ഇതാണ് ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്ന ആള് എന്നുള്ളത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കൂടുതലൊന്നും സംസാരിക്കാനും പറ്റിയില്ല, സോറി കേട്ടോ. അപ്പോൾ അങ്ങനെ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഈ ഒരു നല്ലൊരു ത്രില്ലർ, നമ്മളെ ട്രെയിലർ കണ്ടു. വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള, നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും ഇത് എന്നുള്ളത് ആ ഒരൊറ്റ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. എല്ലാവർക്കും ഇതിൻ്റെ പിന്നിലും മുന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ആദ്യം കാണിച്ച പാട്ട് ഇപ്പോഴേ നിങ്ങൾ എടുത്തു കഴിഞ്ഞു. എല്ലാവർക്കും അറിയാം ഞാനൊരു ഡാൻസറും കൂടിയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു 1-2 വർഷം സ്റ്റേജിൽ ഇട്ടോടിക്കാനുള്ള ഒരു പാട്ടായിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് ഞാൻ അടക്കമുള്ള എല്ലാ ഡാൻസേഴ്സും ഇനി എടുക്കും എന്നുള്ളത് ഷുവറായിട്ടുള്ള കാര്യമാണ്.
സോ വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ശോഭ വിശ്വനാഥിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഷീ ഈസ് എ സക്സസ്ഫുൾ ഓൺടർപ്രണർ ആൻഡ് നമ്മുടെ ഒരു മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് കൂടിയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം ശോഭ വിശ്വനാഥ് ഓൺ ടു ദി ഫ്ലോർ. ഡോണിനെ എനിക്കൊരു 13-14 വർഷമായിട്ട് അറിയാം. ഇത്രയ്ക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു എഡിറ്റർ, ശരിക്കും പറഞ്ഞാൽ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇത്രയും ഈ പറഞ്ഞ പോലെ 20 years 25 years ആയിട്ട് അങ്ങനെ ഫീൽഡിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത്രത്തോളം ടാലന്റും അത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആയതുകൊണ്ട് തന്നെയാണ്. സോ ലെറ്റ്സ് ഗിവ് ഹിം ആൻഡ് ഹിസ് ഹോൾ ടീം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇതൊന്നും പോരാ, നമ്മളെ ട്രെയിലർ കണ്ടതല്ലേ. സോ സന്ദീപേട്ടൻ പറഞ്ഞ പോലെ ആദ്യത്തെ ആ പാട്ട് തന്നെ ഗംഭീരമായിരുന്നു. ഭയങ്കര ഗൂസ് ബംസ് വരുന്നൊരു, എസ്പെഷ്യലി നമ്മൾ കുറച്ച് സ്പിരിച്വൽ ആണെങ്കിൽ ആ പാട്ട് നമ്മളെ വേറൊരു ലോകത്തിലേക്ക് എത്തിക്കുന്ന പാട്ട് തന്നെയാണ്. അപ്പോൾ സൂപ്പർ ഡൂപ്പർ ഒരു ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരിക്കും. ആൻഡ് രണ്ടാമത്തെ പാട്ട് റിലീസ് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. അപ്പം എന്തായാലും പക്ഷെ അത് ഫുള്ള് നിങ്ങൾ കേൾപ്പിച്ചില്ല, അത് വിഷമമുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ അഗൈൻ വേറൊരു ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നദി എന്നുള്ള പാട്ട് ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയയിൽ ഒരു ആവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈബർ ക്രൈം, സ്പെഷ്യലി ഡാർക്ക് വെബ്, അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നീഡ് ഓഫ് ദ ആർ ആണ്. നമ്മൾ ഒത്തിരി കാണുന്നതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഓരോ ന്യൂസും നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചിത്രം ഡെഫിനറ്റ്ലി ഒരു മാറ്റം സമൂഹത്തിൽ വരുത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് അഗൈൻ ചേട്ടന്മാർ, ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും, കാസ്റ്റ് ആൻഡ് ക്രൂ, എവ്രിബഡി, ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഓൾ സക്സസ് ഫോർ ദിസ് മൂവി. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. God bless. Don, big round of applause and അടുത്ത പടത്തിൽ ഞാനുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച് ശോഭ. ഇനി അടുത്തതായി നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനായി മേ ഐ വെൽക്കം ദ ഡയറക്ടർ ബിനുരാജ്. വടക്കം തേരോട്ടം, അതുപോലെ തന്നെ നിത്യഹരിത നായകൻ എന്നീ ഈ സിനിമകളുടെയൊക്കെ സംവിധായകനായിട്ടുള്ള ബിനുരാജ് സാറാണ് നെക്സ്റ്റ് നിങ്ങളെ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. വളരെ സന്തോഷം ഇത്ര ഒരു ചടങ്ങിലേക്ക് എന്നെ വിളിച്ചതിൽ. ഞാനും ഡോണുമായുള്ള ബന്ധം ഒരു 2 പതിറ്റാണ്ടോളം ഉള്ള ബന്ധമാണ്. അതിനപ്പുറത്തേക്ക് ബ്രദർലി അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ് ഞാനും ഡോണും. എപ്പോഴും സംസാരിക്കുന്ന ഡോണിൻ്റെ ഈ പ്രോജക്റ്റിനെ പറ്റി കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ അണിയറയിലും ഇതിൻ്റെ മുന്നിലും പ്രവർത്തിച്ച മുഴുവൻ ആളുകളും എൻ്റെ ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. തീർച്ചയായും മലയാള സിനിമയിൽ പതിവ് രീതികൾക്ക് വ്യത്യസ്തമായി നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു വിജയ സിനിമയായി മാറുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അങ്ങനെ തന്നെ ആവട്ടെ. എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി I would like to welcome the producer Carlton Karunakaran onto the stage to talk a few words. I welcome the producer Carlton Karunakaran. നമസ്കാരം. ഡോൺ മാക്സ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു എൻ്റെ ഉദയനാണ് താരം എന്ന പടത്തിൻ്റെ റിലീസിൻ്റെ ട്രെയിലർ കട്ട് ചെയ്തിട്ട് എനിക്ക് തന്നതേ ഉള്ളൂ. ഗംഭീരമായ ഒരു വർക്കായിരുന്നു അത്. ഡോൺ മാക്സിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. വേറെ ഈ പടത്തിൻ്റെ എല്ലാ സക്സസിനും ഞാൻ എൻ്റെ പ്രാർത്ഥിക്കുന്നു. ഇതിന് പുറകിലും ഇതിൻ്റെ എല്ലാ ടെക്നീഷ്യന്മാരും എല്ലാവർക്കും എൻ്റെ കാൾട്ടൺ ഫിലിംസിൻ്റെ ആശംസകൾ. താങ്ക് യു. Thank you so much. Next, with a lot of respect, may I welcome Father Anil Philip CMI onto the floor. Father, please come onto the stage and നമ്മുടെ ഇന്ന് ചേർന്നിരിക്കുന്ന ഈ ഒരു ഗ്യാതറിങ്ങിനോട് 2 വാക്ക്. എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ട്രെയിലറും സോങ്സും കണ്ടിരിക്കുന്ന വെയിറ്റഡായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അധികം സംസാരിക്കാൻ പാടില്ല. ഡോൺ മാക്സ് എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ട്രെയിലറിൻ്റെ രാജാവ്. മലയാളത്തിൽ ട്രെയിലർ കട്ടുകൊണ്ട് സിനിമകളെ തിയേറ്ററിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഒരുപാട് കാലം മുഴുവൻ ഞാനും ഇന്നാണ് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ ആളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. പല സിനിമകളുടെയും ട്രെയിലർ കട്ടിലൂടെ തിയേറ്ററിലേക്ക് ആളുകളെ എത്തിക്കാനായിട്ട് വർഷങ്ങളായിട്ടൊരു എഡിറ്റിങ്ങിൻ്റെ പാറ്റേണിൽ, പ്രത്യേകിച്ച് ട്രെയിലറിൻ്റെ റെൻഡറിങ്ങിലുള്ള പാറ്റേൺ മാറ്റി അട്രാക്റ്റീവായിട്ട്
തിയേറ്ററിലേക്ക് ആളുകളെ എത്തിക്കുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ സിനിമ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് നടക്കുകയാണ്. സോങ്ങിൻ്റെ 2 സോങ്ങുകളുടെ ലോഞ്ച് നടന്നു. പ്രത്യേകിച്ച് ഡോൺ മാക്സിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. സിനിമ വലിയ സക്സസ് ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കാനായി വേദിയിലേക്ക് എത്തുന്നു ദ ഫേമസ് ഫോട്ടോഗ്രാഫർ ആഘോഷ് വൈഷ്ണവ്. Let's welcome Aghosh onto the floor. ഡോൺ ചേട്ടാ, ഞാൻ ഈ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. ഞാൻ ഈ മൂവിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒരു ദിവസം രാവിലെ ഞാനാണ് ഡോൺ ചേട്ടനെ വിളിച്ചിട്ട് നമുക്കൊരു സിനിമ ചെയ്താലോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരവാണ് നമ്മളെ അറ്റെന്നൊരു മൂവി ചെയ്തു എന്ന്. ഇത് കോവിഡിൻ്റെ ആ ടൈമിലാണ് നമ്മൾ ഈ മൂവി പ്ലാൻ ചെയ്തതും. ഇതിൻ്റെ ക്യാമറ പൂജ ഞങ്ങൾ ഡോൺ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാനായിരുന്നു ഒരു സിനിമാറ്റോഗ്രഫി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തതും നമ്മളിതിനു വേണ്ടി ഒത്തിരി ഓടിയതൊക്കെയാണ്. എൻ്റെ ഒരു വലിയ ഭാഗ്യം, ഡോൺ ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത ഒരു ആഡ് ഫിലിമിന് ക്യാമറ ചെയ്യാൻ സാധിച്ചു. പിന്നീട് ഉണ്ടായ യാത്രയിലാണ് ഈ ഒരു മൂവിയിലേക്ക് ഞങ്ങൾ വരുന്നതുമൊക്കെ. പിന്നെ അതിൻ്റെ കഥ കേട്ടു. ഈ കോവിഡിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് കാരണം ഞങ്ങൾക്ക് എല്ലാവരുടെയും ഒരു സർവൈവൽ ഇവിടെ പ്രശ്നമായിരുന്നതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരേക്ക് ഇവിടുന്ന് മൂവ് ചെയ്തായിരുന്നു. സോ സിനിമയുടെ പ്രോസസ്സും പ്രോഗ്രസ്സും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരുന്നു. ഇന്ന് ഈ നിമിഷം വരെയും ഈ സിനിമയുടെ റിലീസ് വരെയും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സോളും ഒക്കെ ഞാൻ ഇതിൻ്റെ ബിഹൈൻഡ് ദ ക്യാമറയിലുണ്ട്. രവിചേട്ടൻ ക്യാമറ ചെയ്തു. ഞാനിതിൻ്റെ ട്രെയിലർ കട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെ ലുക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ആകാശിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ ഷൂട്ട് ചെയ്തത് ഞാനും ഡോൺ ചേട്ടനും കൂടെ ആയിരുന്നു. ആൻഡ് ഈ സിനിമയിൽ ഈ കാണുന്ന ഷാജു ചേട്ടനെ, നിങ്ങൾ ഈ സിനിമയിൽ ഷാജു ചേട്ടൻ എന്ന് പറഞ്ഞ ഷാജു എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ ഷാജു ചേട്ടനോട് ഞാൻ ഒത്തിരി പ്രോജക്ട്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷാജു ചേട്ടനെ ഈ മൂവിയിൽ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഷാജു ചേട്ടൻ ഈ വേഷം ചെയ്യണം എന്നുള്ളത്. മലയാളത്തിലെ 2 സിനിമകൾ ക്യാമറ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് വന്നിരുന്നു. എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഈ 2 സിനിമകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയും സൂപ്പർ ഹിറ്റ് ആയിരിക്കും. 2-3 വർഷമായിട്ട് ഡോൺ ചേട്ടൻ ഇതിൻ്റെ പിന്നാലെ ഒരുപാട് ഓടുന്നുണ്ടായിരുന്നു. നമ്മൾ അപ്ഡേറ്റ്സ് അറിയുന്നുണ്ട്. എൻ്റെ ബ്രദറാണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ. അരുൺ ഇവിടെ ഉണ്ടാവും തോന്നുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റും പരിചയമുള്ള ഒരുപാട് പേര് ഇതിൻ്റെ ക്യാമറ മുന്നിലും പിന്നിലും ഉണ്ട്. ഒരുപാട് സന്തോഷം. സിബി സാർ, ഷാജു ചേട്ടൻ, ഞാൻ കഴിഞ്ഞ ദിവസം തൊടുപുഴ ലൊക്കേഷനിൽ വന്നിരുന്നു. ലേറ്റായത് കാരണം ചേട്ടൻ കാണാൻ പറ്റിയില്ല. നസീർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. താങ്ക് യു സോ മച്ച്. ഇവിടെ വിളിച്ചതിനും ഇങ്ങനെ 2 വാക്ക് സംസാരിക്കാനായി അവസരം തന്നതിനും ഒത്തിരി നന്ദി. താങ്ക് യു. Thank you so much. And next up we have the producer Lissy K. Fernandez talking to you. Ma'am, please come onto the floor. Your eyes say stay tonight. Your voice says this ain't right. I trace circles on your skin. One of the silent steps, one more step, one more touch. Feels like too little. ഏറ്റവും ബഹുമാനപ്പെട്ട സിബി സാറെ, സ്നേഹം നിറഞ്ഞ ഷാജു ചേട്ട, നസീർക്ക, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എനിക്ക് ഡോൺ മാക്സിനെ ഞാൻ ആദ്യം കാണുന്നത് സ്വർഗം എന്ന് പറയുന്ന ഞങ്ങളുടെ സിനിമയിലാണ്. അതിൻ്റെ അകത്ത് ഞങ്ങളോട് യാത്ര ചെയ്യുകയും ഞങ്ങളുടെ സിനിമയിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത വ്യക്തിയായിരുന്നു ഡോണ്. അതിനുശേഷം ഡോണിനോട് ഒത്തിരിയേറെ ചേർന്ന് പല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അവസരം കിട്ടി. അതിനേക്കാൾ ഉപരി ഷാജു ചേട്ടനോടും എന്താ പറയുക, ഒരു വലിയ സ്നേഹം ഉണ്ട്. ഈ അറ്റെന്ന് പറഞ്ഞ സിനിമ പലവട്ടം അതിൻ്റെ പല പ്രോഗ്രാമുകളൊക്കെ ഞാൻ കാണുകയുണ്ടായി. എനിക്കപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ സിനിമ ഡോണ് ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് കണ്ടു. അതോടൊപ്പം തന്നെ എത്ര കഷ്ടപ്പെട്ടാലാണ് ഒരു സിനിമ എത്തുക എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ 2 സിനിമ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക്
അപ്പോൾ ഈ സിനിമ നന്നായിട്ട് വിജയമാവണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു, സ്വപ്നമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സദസ്സ് സ്വപ്നത്തിൽ കണ്ട് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. എനിക്ക് അതുകൊണ്ട് ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഈ സിനിമ ലോകം മുഴുവൻ ഏറ്റെടുക്കട്ടെ. പ്രത്യേകിച്ച് ഡാർക്ക് വെബും അതിൻ്റെ സൈബർ ക്രൈമും ഒക്കെ ഒത്തിരിയേറെ കൂടുന്ന ഈ കാലഘട്ടത്തിൽ, നമ്മൾ ഓരോ നിമിഷവും കാണുന്ന ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു തീമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭംഗി ഇതിനകത്തുണ്ട്. ഞാൻ അത് കണ്ടിരുന്നു പല പ്രാവശ്യം. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അതോടൊപ്പം ഡോൺ നല്ല സിനിമകൾ ഇനിയും ഡയറക്റ്റ് ചെയ്യട്ടെ എന്നും സിനിമാ മേഖലയ്ക്ക് വേണ്ടി നല്ല ഉദ്ദേശത്തോടെ നിൽക്കുന്ന എല്ലാവരെയും നല്ല വിജയമായി പോകാനൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. തീർച്ചയായിട്ടും ഇതിന് വലിയൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അടുത്തതായി ചിത്രത്തിന്റെ DOP ആയിട്ടുള്ള രവിചന്ദ്രൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Let's welcome the DOP of the movie At, Mr. Ravichandran, onto the floor. കാര്യമായിട്ട് സംസാരിക്കാനൊന്നുമില്ല, അത് പറയാനുള്ളത് വിഷ്വലായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് എൻ്റെ സിനിമ, എൻ്റെ വാക്കുകൾ. ഓക്കെ, താങ്ക് യു. Alright, so ഒരിക്കൽ കൂടി At എന്ന ഈ ഒരു ചിത്രത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഫൈനലി നമുക്ക് ഒരിക്കൽ കൂടി ഈ സിനിമയുടെ ക്രൂവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലേഡീസ് ഫസ്റ്റ്, ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് the heroine of the film, Miss Naina Elza. Naina, please come onto the floor. ആൻഡ് നയനോടൊപ്പം തന്നെ ഈ സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് മറ്റൊരു നായക നടനെ കൂടി ലഭിക്കുകയാണ്. ആകാശിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്താ പറയാനറിയില്ല, ഒരുപാട് സന്തോഷം. ഒരുപാട് കുറച്ച് നാളെ വെയിറ്റ് ചെയ്തു ഈ മൂവിക്ക് വേണ്ടി. എനിക്ക് തോന്നുന്നു ഞാൻ ഡെയിലി ഡോട്ട് സാറിനെ വിളിക്കും, സാർ എന്താ സാർ പടം ഇറങ്ങുന്നത്. അങ്ങനെ സാറിനെ എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ സാറിനെ ശല്യപ്പെടുത്തിയ ഒരു വ്യക്തി ഞാൻ. ഒരുപാട് സന്തോഷം. ഐ എം സോ ഇമോഷണൽ ഓൾസോ. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ആകാശ്. ആകാശിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മൂവിയാണ്. അതുപോലെ ഷാജുവേട്ടൻ ഗംഭീരമായിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഷാജുവേട്ടനെ കാണാത്ത ഒരു ഇതിലാണ് ഷാജുവേട്ടൻ വന്നിരിക്കുന്നത്. അതുപോലെ ഈ മൂവിയിൽ ആക്ട് ചെയ്തിട്ടുള്ള എല്ലാവരും, റേച്ചൽ, സഞ്ജന, പിന്നെ ബാക്കി എല്ലാവരും നന്നായിട്ട്, എല്ലാവരുടെയും ഭയങ്കര ഒരു ഹാർഡ് വർക്കാണ്. അപ്പോൾ Feb 13 നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രേയർസും സപ്പോർട്ടൊക്കെ നമുക്കുണ്ടാവണം. താങ്ക് യു സോ മച്ച്. Thank you so much, Naina. Naina, you can actually remain there. നമുക്ക് ലാസ്റ്റ് ഒരു ഗ്രൂപ്പ് പിക്ചർ എടുക്കാം. സോ ഞാൻ 1 by 1 ഓരോരുത്തരെ വിളിക്കുകയാണ്. ഞാൻ നേരത്തെ ആകാശിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഷാജേട്ടാ, ആകാശ് പറയുന്നത് ഷാജേട്ടാ സംസാരിച്ചിട്ട് ആകാശ് സംസാരിക്കുള്ളൂ എന്നാണ്. സോ നമുക്കൊരു വലിയ കൈഡിയോട് കൂടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷാജേട്ടനെ വേദിയിലേക്ക് വെൽക്കം ചെയ്യാം. അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു മൈൽ സ്റ്റോൺ ക്യാരക്ടർ ആയിരിക്കും At എന്ന ഈ ഒരു ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും വിഷ് ചെയ്യാം. സോ ഹിയർ വി ഹാവ് the one and only ഷാജേട്ടൻ on the stage. എല്ലാവർക്കും നമസ്കാരം. വളരെ കുറച്ച് പേരേ ഉള്ളൂ. എല്ലാവരും ഓൾമോസ്റ്റ് ട്രെയിലർ കഴിഞ്ഞ് പോയി. വലിയ സന്തോഷം. ഈ വേദിയിൽ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാത്തിരുന്നത്. അവസരങ്ങൾ ചോദിച്ചും അവസരങ്ങൾ കിട്ടിയിട്ടൊക്കെ 30 വർഷങ്ങൾ കഴിയുമ്പോൾ മലയാള സിനിമയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആഘോഷ് വൈഷ്ണവ് പറഞ്ഞ പോലെ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, ഡോൺ മാക്സ് എന്ന് പറയുന്ന സംവിധായകൻ, മലയാള സിനിമയിലെ പ്രഗത്ഭനായ എഡിറ്റർ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളെ വിളിക്കും, ഞങ്ങൾ സംസാരിച്ചിരുന്നു എന്ന് പറയുന്നു. അവിടുന്ന് തുടങ്ങിയ ഒരു യാത്രയാണ്. ഒരു എഡിറ്ററുടെ സിനിമ ആയതുകൊണ്ടാവാം ഒരു പരിധിവരെ കഥ എന്നോട് പറഞ്ഞതല്ലാതെ ബാക്കി കാര്യങ്ങൾ അഭിനയിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ആദ്യം അറിയാവുന്ന എക്സ്പ്രഷൻസ് ഏകദേശം മുഴുവൻ കിട്ടുകഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനിയാണ് ചേട്ടൻ അഭിനയിക്കേണ്ടതെന്ന്. അപ്പോൾ ബാക്കി എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. പക്ഷെ വളരെ സോഫ്റ്റായിട്ട് ആദ്യമായി വന്ന ആകാശിനും എനിക്കും കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ പറഞ്ഞു തരികയും അദ്ദേഹത്തിന് അതിൻ്റെ എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണ് കാര്യങ്ങൾ ഓരോ സീനും അങ്ങനെ ഒരു കുടുംബം പോലെയാണ് ഞങ്ങളെല്ലാവരും മുന്നോട്ട് പോയത്. മാർച്ച് 10 ഒരു പൈപ്പ് ഓൺ ചെയ്യുന്ന സീൻ എടുത്താൽ മാർച്ച് 27 പൈപ്പിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്നത്. അത് വേറൊരു ദിവസം ഷൂട്ട് ചെയ്യുന്നത്. ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഈ വെള്ളം ഇത് നമ്മൾ മാർച്ച് 10 പൈപ്പ് ഓൺ ചെയ്തതിൻ്റെ ബാക്കിയാണെന്നാണ് ഡോൺ പറയുക. അപ്പോൾ സാറിന് വാട്ടർ അതോറിറ്റി പോലും ഇത്രയും ഡിലേ ആവാറില്ല.
പക്ഷെ എല്ലാം മനസ്സിലാണ്, ഫുള്ളായിട്ട് മനസ്സിലാണ്. 40 സംതിങ് അത്രയും ദിവസങ്ങൾ ഷൂട്ട് ചെയ്തതിനകത്ത് ഇപ്പൊ ഇതിനകത്ത് കേട്ട അതിൽ കൂടെ കുറച്ചുകൂടെ ഒരു 3-4 ഡയലോഗുകൾ മാത്രമേ ഞാൻ സിനിമയിൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം അദ്ദേഹം അഭിനയിപ്പിച്ചെടുത്താണ്. എത്രത്തോളം ആവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഏറ്റവും നല്ലൊരു കുടുംബമായി ഞങ്ങളൊരു ടീമായി, കഥയിൽ വയലൻസ് ഒക്കെ ആണെങ്കിലും സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയായിരുന്നു അറ്റ് എന്ന് പറയുന്ന സിനിമയിലൂടെ നിന്ന്. ഒരു സ്കൂളിൽ പോകുന്ന പോലെ രാവിലെ എല്ലാവരും ഒരുങ്ങിപ്പോവുകയും ഒരേ ഗോഡൌണിൽ 25-30 ദിവസത്തോളം ഞങ്ങൾ ഷൂട്ട് ചെയ്യുകയും ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. വളരെ കൊച്ചു സിനിമയാണ്. പക്ഷെ ഇപ്പം ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു സിനിമയാക്കിയതിൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്ന മലയാള സിനിമയുടെ എന്നും പ്രഗത്ഭനായ ഡോൺ മാക്സിന് തന്നെയാണ്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും പൂർണ്ണ ക്രെഡിറ്റ് അദ്ദേഹത്തിന് തന്നെയാണ്. എന്നെപ്പോലെ എത്രയോ താരങ്ങളുണ്ടാവാം. എന്നെപ്പോലെ ഒരാള് ആ ഒരു വേഷത്തിലേക്ക് ആദ്യം പരിഗണിക്കുകയും അതിനുശേഷം ആകാശ് എന്ന് പറയുന്ന പുതിയ ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്ത് ഒരു സിനിമ പൂർത്തീകരിച്ച് അത് ഇത്രത്തോളം കാത്തിരുന്ന് മിനുക്കി അദ്ദേഹം ഏറ്റവും നന്നായി പോളിഷ് ചെയ്ത് മനോഹരമായ ഒരു സിനിമയായിട്ടായിരിക്കും ഫെബ്രുവരി 13-ാം തീയതി തിയേറ്ററിൽ എത്തിക്കുന്നത്. ഒരുപാട് പേര് അവസരങ്ങൾ തന്നവരൊക്കെ ഈ സമയത്ത് ഞാൻ സ്മരിക്കും. പ്രത്യേകിച്ച് അമലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. കഴിഞ്ഞ കുമസ്തൻ എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് വളരെ നല്ലൊരു വേഷം തന്നത് എനിക്ക് ഒരുപാട് കരിയറിൽ ഗുണം ചെയ്തതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എല്ലാ ഇമോഷനും വർക്ക് ചെയ്തൊരു ക്യാരക്ടറാണ് അറ്റലുള്ളത്. എന്തായാലും വലിയ സന്തോഷം. എന്നെ ആദ്യം ഇട്ട് തന്നതിന് ശേഷം നീ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷം. കുറച്ച് പേരെ ഉള്ളെങ്കിലും എല്ലാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും മാത്രം കൊണ്ടാണ് നിൽക്കുന്നത്. എൻ്റെ വൈഫും മോളും വന്നിട്ടുണ്ട്. എനിക്കെന്നും സപ്പോർട്ടായിട്ടുള്ള എൻ്റെ കുടുംബമാണ് ഈ ഇരിക്കുന്ന എല്ലാ സിനിമ ആളുകളും. എല്ലാവരുടെയും പ്രോത്സാഹനം കൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു ഫെബ്രുവരി 13-ന് വേണ്ടി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരു വളരെ ഇമോഷണൽ നിറഞ്ഞൊരു മൂമെൻ്റ് ആണ് എനിക്കിപ്പോൾ. കാരണം ആദ്യത്തെ മലയാളത്തിലെ ഡാർക്ക് ബുക്ക് പടം മാത്രമല്ല, എൻ്റെ ആദ്യത്തെ പടം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. കുറച്ച് ഇമോഷണലാണ്. കാരണം ഞാൻ ആക്ച്വലി ഈ ഒരു മേഖലയ്ക്ക് വരാൻ കാരണം ആയ ആളിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പക്ഷെ അദ്ദേഹത്തിൻ്റെ സഹോദരി അമ്മായി വന്നിട്ടുണ്ട് ഇവിടെ. താങ്ക് യു. ഡോണേട്ടനും ഷാജുവേട്ടനും എൻ്റെ ഒരുപാട് കടപ്പാട് നന്ദിയും. കാരണം ഈ സിനിമ സംഭവിക്കാൻ കാരണം ഇവരാണ്. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. സോ സിനിമയിലെ എല്ലാ പ്രധാന ആർട്ടിസ്റ്റുകളും ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമുക്കിനി അടുത്തതായി, നമ്മൾ നേരത്തെ ഒരുപാട് പേര് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു കേട്ട ഒരു പേരായിരുന്നു ഡോൺ മാക്സ് എന്നത്. പലർക്കും അതൊരു എൻറ്റിറ്റി ആണോ അതോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഒരു ഓൾ ഇൻ ഓൾ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വർക്ക് അത്ര excellent ആയിരുന്നു. So now let's welcome the director of the film, Mr. Don Max, onto the floor. He is an editor, writer and a director. ഇപ്പോൾ അദ്ദേഹത്തിന്റെ 3ാമത്തെ ചിത്രമാണിത്. Yes, he is here. താങ്ക് യു. ആദ്യം തന്നെ സോറി, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഒഫൻസീവ് ആയിട്ടുള്ള ലാംഗ്വേജും വിഷ്വൽസും ഉണ്ട്. അതിന് സോറി ചോദിക്കുന്നു. ഷാജുന പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇത് ഒരു 3 വർഷത്തെ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അറ്റ്. ആകാശ് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ആകാശ് എന്നുള്ള ഒരു പുതിയൊരു ഹീറോയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു 10-35 പുതിയ താരങ്ങളെ നമ്മൾ ഈ മൂവിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ജോണർ ഈ വയലൻസ് ആണെങ്കിൽ പോലും ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാർക്ക് വെബ് അല്ലെങ്കിൽ കറണ്ട് സെനാരിയോയിലുള്ള കുറെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഫിലിമാണ് ഈ അറ്റ്. അതിൻ്റെ ഒരു ഡിമാൻഡ് ചെയ്യുന്ന വയലൻസ് ആണ് ഈ ഫിലിമിലുള്ളത്. അപ്പം ഇത്
എന്താണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. ഇതിന്റെ വിഷ്വൽ സൈഡ് ആണെങ്കിലും ഇപ്പൊ ഇതിന്റെ വർക്ക് ചെയ്ത എന്നെക്കാളും വർക്ക് ചെയ്തതിന്റെ ടെക്നീഷ്യൻസ് ആണ്, എസ്പെഷ്യലി രവിചേട്ടൻ വളരെ എൻ്റെ കൂടെ ഞങ്ങളൊരു ക്ലോസ്ഡ് സ്പേസിലാണ് കൂടുതൽ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഭയങ്കര ഡസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ കൂടെ നിന്ന് അതിമനോഹരമായിട്ട് ഷൂട്ട് ചെയ്ത രവിചേട്ടന് ആദ്യം എൻ്റെ നന്ദി. അതുപോലെ ഇതിന്റെ ആർട്ട് ഡയറക്ടർ അരുൺ, ഇത്രയും ഇത് ആക്ച്വലി നമുക്കിതൊരു വേൾഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിനകത്തൊരു നമ്മൾ കണ്ടുവരുന്ന ഒരു സർഫേസ് അല്ലെ ഒരു സ്ഥലമല്ല നമ്മൾ ഇതിന്റെ ബാക്ക്ഡ്രോപ്പ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഉണ്ടാക്കാനായിട്ട് അരുൺ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. താങ്ക്സ് ടു അരുൺ. പിന്നെ അതിനേക്കാളും നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിന്റെ VFX ഡിപ്പാർട്ട്മെന്റ് ആണ്. VFX എന്ന് പറഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് എല്ലാ സീനിലും തന്നെ അതിന് VFX എലമെന്റ്സ് ഉണ്ട്. ആ VFXന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്ത എൻ്റെ കൂടെ നിന്ന ശരത്, വിനു ആൻഡ് ടീം, ഐഡൻ ലാബ്സ്, മാരിയോ, ഇവർക്കെല്ലാം ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇതിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പം ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഇതൊരു യൂഷ്വൽ ഫിലിം പോലെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല ഇതിന്. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും സോങ്സിനും വേണ്ടി വർക്ക് ചെയ്തിരിക്കുന്ന ഉമർ ഷാജി എന്നുള്ള 2 ആൾക്കാരാണ്. അവർ തമിഴ്നാട്ടിലാണ്. പിന്നെ അതിന് എൻ്റെ ഒരു ബിഗ് ബ്രദർ ജിം ഫോർ മ്യൂസിക്സ്, അവരാണ് 2 സോങ്സ് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ജിം. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മുടെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, ധനുഷ്, ആനന്ദ്, അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൂവി തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാൻ പറ്റും നിങ്ങൾക്ക് അത് എത്ര നമ്മളതിന് എഫേർട്ട് എടുത്തിട്ടുള്ളത്. എന്തായാലും മൂവി നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സിനും എല്ലാവർക്കും ട്രെയിലർ ഷെയർ ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. Thank you so much. So I think with that we are coming to an end of today's event. ഇന്ന് വളരെ ഭംഗിയായി ട്രെയിലർ ലോഞ്ചും ഓഡിയോ ലോഞ്ചും എല്ലാം നടന്നു. ആക്ട് എന്ന ഈ ഒരു ചിത്രത്തിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നമ്മൾ നേരുകയാണ്. ഇപ്പം നേരത്തെ സംസാരിച്ചതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമാണ്, വളരെ പേഴ്സണലി കണക്റ്റഡ് ആണ്. ഒരു കാര്യം വിട്ടുപോയ, സോറി. ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹവും നന്ദി. താങ്ക് യു. Thank you so much. So yeah, പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും സ്നേഹം നമ്മൾ തിരിച്ചും ചിത്രത്തിന് നൽകുന്നതായിരിക്കും. എല്ലാവരും സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ ടീം മെമ്പേഴ്സിനെ അറിയിക്കുക. So thank you so much. With that, myself Meenakshi signing off. You can join the audience. Thank you all. Thank you and God bless.